ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഷോർട്ട് ഫിലിം സീരീസിന്റെ 6ാമത്തെ ദിവസമായി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം. ഇതിനകത്ത് ഹൊററോ മിസ്റ്ററിയോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് കഥകളോ ഒന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം. പക്ഷേ ഒരു സ്വീറ്റ് കഴിക്കുന്ന ഒരു ഫീൽ നമുക്ക് തരുന്ന ഒരു ഷോർട്ട് ഫിലിം. ഷോർട്ട് ഫിലിമിന്റെ പേര് ആ, പ്രണയത്തിന്റെ മൂന്നാം കണ്ണെന്നാണ്. അതിൽ തന്നെ ഉണ്ടല്ലേ ഒരു ചെറിയൊരു ഇത് ഭംഗിയുണ്ടല്ലേ. ഇതിന്റെ കൺസെപ്റ്റും ഡയറക്ഷനും പ്രജോബാണ്. എഡിറ്റ് ചെയ്തിരിക്കുന്ന അരുണാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്ന മെജോ ജോസ് ആണ്. ലിറിക്സ് ചെയ്തേക്കണം മനു മഞ്ജിത്താണ്. പാടിയിരിക്കുന്ന ആൻഡ്രിയ ആൻഡ് മെജോ ജോസ് ആണ്. ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ആ, പശ്ചാത്തലം എന്ന് പറയുന്നത് കണ്ണൂരിന്റെ ഗ്രാമപ്രദേശമാണ്. അവിടുത്തെ ഏറ്റവും എന്താ പറയാ രസമുള്ള കാഴ്ചകളാണെന്ന് ഈ ഒരു ഷോർട്ട് ഫിലിമാണ് നമ്മളോട് എത്തിച്ചിരിക്കുന്നത്. അത് മാത്രല്ല അവിടുത്തെ സംഭാഷണവും സംസാര ശൈലിയും ഒക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിമിന്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ കഥാനായകൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. ആള് ആളുടെ ഉള്ളിനകത്തൊരു പ്രണയമുണ്ട്. വർഷങ്ങളോളം കൊണ്ടു നടക്കുന്ന ഒരു പ്രണയം. പക്ഷെ ആളിത് എക്സ്പ്രസ് ചെയ്തിട്ടൊന്നുമില്ല. ആളുടെ ഒരു കൂട്ടുകാരന് മാത്രമേ ഈ പ്രണയത്തെക്കുറിച്ച് അറിയത്തുള്ളൂ. സോ അവളെ ഇങ്ങനെ ഇംപ്രസ് ചെയ്ത് കല്യാണം കഴിക്കണം അങ്ങനെ ഒന്നുമല്ല. പക്ഷെ അവളൊന്ന് അയാളെ ശ്രദ്ധിക്കണം. അത് മാത്രമേ അയാളുടെ ഉള്ളിനകത്തുള്ളൂ. അങ്ങനെ ആള് കാത്തിരിക്കണം. അവളുടെ ഓരോ സ്ഥലത്തും അവളിലോട്ട് എത്താനായിട്ട് ആള് ശ്രമിക്കുന്നുണ്ട്. ജസ്റ്റ് അവളുടെ ഫ്രണ്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഒക്കെ എന്താ പറയാ അവളെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു നോട്ടവും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തിയും ഭയങ്കര രസമായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ശരിക്കും ഒരു ഇയാള് ജീവിക്കുകയാണോ അല്ലെങ്കിൽ അഭിനയിക്കുകയാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരും. അമ്മാതിരിയുള്ള അഭിനയമാണ്. ഇതിനകത്ത് എല്ലാവരും അങ്ങനെ തന്നെയാണ്. കാരണം കണ്ണൂരുള്ള ആൾക്കാർ തന്നെ ആയിരിക്കണം മേ ബി ഈ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചേക്കുന്നത്. കാരണം അതുപോലത്തെ ശരീരഭാഷയും അല്ലെങ്കിൽ സംസാര ശൈലിയൊക്കെ വേറൊരു സ്ഥലത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ശരിക്കും ഇവരുടെ ലൈഫ് ഇങ്ങനെ നടക്കുമ്പോൾ ക്യാമറ അവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തേക്കണ പോലെ തോന്നുന്ന ഒരു ഷോർട്ട് ഫിലിം. അത്ര രസമാണ്. ഭയങ്കര നാച്ചുറാലിറ്റിയാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൽ എനിക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മുടെ കഥാനായകൻ എന്താ പറയാ നായികയിലോട്ട് എത്തുന്നുണ്ട്. അവള് ആളുടെ വണ്ടിയിൽ പോവുകയും വരെയൊക്കെ ചെയ്യുന്നൊരു സന്ദർഭം ഉണ്ടാവുകയാണ്. സോ ഇതാണ് ഈ കഥയിൽ ആകെയുള്ളൊരു തീം എന്ന് വെച്ചാൽ. പക്ഷെ ഇത് നമ്മളിലോട്ട് ഇവർ എത്തിച്ചേരുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ്. നമുക്കിങ്ങനെ ഇത്ര സമയം പോകുന്നതൊന്നും അറിയില്ല. ബോറടിക്കത്തില്ല. ഒരു ലാഗും തോന്നൂല. നല്ല ക്യൂട്ടായിട്ട്. അപ്പൊ സോ ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിം. നിങ്ങൾക്കിത് ഞാൻ റെക്കമെൻഡ് ചെയ്യണം. നിങ്ങൾക്ക് ഒട്ടും ലാഗടിക്കാണ്ട് മനസ്സ് നിറഞ്ഞു കാണാൻ പറ്റിയ ഒരു ഷോർട്ട് ഫിലിം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു ഷോർട്ട് ഫിലിം കാണണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷനും ഒരു ധൈര്യവും കൂടിയാവും. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നല്ല ഷോർട്ട് ഫിലിംസുമായിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.